ആറംഗ അക്രമി സംഘം ദേശീയ കബഡി താരത്തെ അതിക്രൂരമായി ആക്രമിച്ചു. ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ബിയർ കുപ്പികൊണ്ട് അമൽജിത്തിന്റെ തലക്കടിച്ച അക്രമി സംഘം പൊട്ടിയ കുപ്പികൊണ്ട് മുതുകിൽ കുത്തുകയും ചെയ്തിട്ടുണ്ട്. മേശയിൽ ഇടിച്ചുള്ള വീഴ്ചയിൽ യുവാവിന്റെ നട്ടെല്ല് പൊട്ടി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അശ്വിൻ ഡിയോഗോ കൂടുതൽ വിവരങ്ങൾ നൽകും. അശ്വിനി, തിരുവനന്തപുരത്ത് നിന്ന് ഈ അടുത്ത നാളുകളിലായി ചില വാർത്തകളൊക്കെ നമ്മളേറെ ഭയപ്പെടുത്തുന്നതാണ്. അതിപ്പോൾ വിഴിഞ്ഞത്തുണ്ടായ ആ ഒരു കൊലപാതകമാണെങ്കിലും ഇന്ന് രാവിലെ കാട്ടാക്കടയിൽ നിന്ന് കേട്ട ഒരു കൊലപാതകത്തിന്റെ വാർത്തയാണെങ്കിലും ഇപ്പോൾ ഇതാ ഒരു ദേശീയ കബഡി താരത്തെയാണ് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ആക്രമിച്ചിരിക്കുന്നത്. എന്തായിരുന്നു പ്രകോപനം അശ്വിൻ? ഷിഹാസ്, ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി ഏതാണ്ട് 11 മണിയോടുകൂടിയാണ്. മെഡിക്കൽ കോളേജിന് അടുത്തുള്ള ഒരു ബാറിൽ ഈ സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിക്കാനെത്തിയതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റൂബി ബാറിലാണ്, റൂഫ് ടോപ്പിലായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ഷിഹാസും ഈ അമൽജിത്തും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ഈ ബാറിലേക്ക് എത്തുന്നു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന, അതായത് അമൽജിത്ത് ഇരിക്കുന്ന ടേബിളിന് തൊട്ടു മുന്നിലായി ഒരു ആറംഗ സംഘം ഇരിപ്പുണ്ടായിരുന്നു. യാതൊരു പ്രകോപനവും കൂടാതെ ഈ ആറംഗ സംഘത്തിൽ ഒരാൾ അമൽജിത്തിന്റെ അടുത്തേക്ക് എത്തുകയും വലിയ തരത്തിൽ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയിൽ ഇയാൾ ഈ അമൽജിത്തിനോട് തർക്കിക്കുകയും പിന്നീട് അതൊരു കയ്യാങ്കളിലേക്കും കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സംഭവം നടക്കുമ്പോൾ തന്നെ ഇയാൾ ഈ ബഹളം ഉണ്ടാക്കുന്നതിനിടയിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബിയർ കുപ്പി ഉപയോഗിച്ച ഈ അമൽജിത്തിന്റെ തലയിലേക്ക് ആഞ്ഞടിക്കുകയും തുടർന്ന് ഈ അമൽജിത്തിന്റെ മുതുകത്ത് ഇത് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇയാൾ ചവിട്ടി വീഴ്ത്തുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ വീഴ്ചയിൽ അമൽജിത്ത് അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഈ ഒരു ടേബിളിൽ ഇടിച്ചാണ് നിലത്തേക്ക് വീഴുന്നത്. ഈ ടേബിളിൽ ഇടിച്ച് വീഴുന്നതിനിടെ അമലിന് നട്ടലിനും ഈ ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്, പൊട്ടലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് ബാർ ജീവനക്കാരാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജ് പോലീസിനെയും ഈ സ്ഥലത്തേക്ക് ഈ വിവരം അറിയിക്കുന്നതും തുടർന്നാണ് പോലീസ് അവിടേക്ക് എത്തുന്നതും. പോലീസ് തന്നെയാണ് അമൽജിത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. വിതുര സ്വദേശിയാണ് അമൽജിത്ത്. മാത്രമല്ല ദേശീയ കബഡി ചാമ്പ്യൻഷിപ്പിലടക്കം പങ്കെടുത്തിട്ടുള്ള ഒരു ദേശീയ താരം, കബഡി താരം കൂടിയാണ് അമൽജിത്ത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമൽജിത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാതൊരു വിധത്തിലുമുള്ള പ്രകോപനവും അവിടെ ഉണ്ടായിരുന്നില്ല. ഇയാൾ മനഃപൂർവ്വം തന്നെ ടാർഗറ്റ് ചെയ്തു വന്ന് ആക്രമിച്ചതാണ് എന്നുള്ളതാണ് അമൽജിത്തിൽ നിന്നും നമുക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അതേസമയം തന്നെ പോലീസ് ഈ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രതിയെ തിരിച്ചറിഞ്ഞതായി പോലീസ് പറയുന്നുണ്ട്. ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പോലീസ് നടത്തിയിട്ടുള്ള പ്രാഥമിക അന്വേഷണത്തിൽ ഇത്തരത്തിൽ മദ്യപിച്ച് കഴിഞ്ഞാൽ വയലന്റ് ആകുന്ന ഒരാളാണ് അക്രമം നടത്തിയത് എന്നുള്ളതാണ്. ഏതാണ്ട് അമൽജിത്ത് പറയുന്ന വാദത്തോടെ പോലീസ് പൂർണ്ണമായി തന്നെ യോജിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഉടൻ തന്നെ ഈ പ്രതിയെ പിടികൂടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, അശ്വിൻ ഡിയോഗ ആണ് വിവരങ്ങൾ നൽകിയത്. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ അക്രമി സംഘങ്ങളുടെ വിളയാട്ടമാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു ഭയമായിരിക്കും സാധാരണ ജനങ്ങൾക്ക് തോന്നുക.